നീ രത്നമ്മയോട് എന്തൊക്കെയോ കടുപ്പിച്ച് പറഞ്ഞെന്ന് ഞാൻ കേട്ടു. നിനക്ക് ഞങ്ങളോട് കടപ്പാടില്ല, ഞങ്ങൾക്ക് നിന്നോടാ കടപ്പാടെന്നൊക്കെ. കടപ്പാടെന്ന് പറയുമ്പോ എന്താ അച്ഛാ? നമ്മൾ ചെയ്യാൻ ഏറ്റ ചുമതലകൾ ചെയ്തു തീർത്തിട്ടില്ല, വാങ്ങിയ കടം തിരിച്ചടച്ചിട്ടില്ല, ഇതൊക്കെയല്ലേ? ആ അർത്ഥത്തിൽ ഞാൻ അമ്മയോട് പറഞ്ഞു എന്റെ അച്ഛന് കൊടുത്ത വാക്ക് പാലിച്ചിട്ടില്ലാന്ന്. ഗതി കെട്ടിട്ടാ ഞാൻ പറഞ്ഞത്. നീയും കണക്ക് പറഞ്ഞു തുടങ്ങി അല്ലേ? അമ്മ എന്റെ മുഖത്ത് നോക്കി പറയുന്നു പട്ടിയെ പോലെ അമ്മ കാൽ ചുവട്ടിലിട്ട് ചവിട്ടൂന്ന്. എന്റെ കാര്യം ഞാൻ പറയണ്ടേ അച്ഛാ? എന്നെ കുഷ്ഠരോഗിക്ക് കെട്ടിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോ എന്റെ കാര്യം ഞാൻ പറയണ്ടേ അച്ഛാ? എന്നെ പെൺവാണിപ്പക്കാർക്ക് വിൽക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ഞാൻ മിണ്ടാതെ നിൽക്കണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണോ എന്റെ അച്ഛൻ്റെ അടുത്ത് അമ്മ എന്നെ വാങ്ങിയത്? ആണെന്ന് അച്ഛൻ പറ. പിന്നെ ഞാനൊരു അക്ഷരം മിണ്ടില്ല. ഞാനൊരു പെണ്ണല്ലേ അച്ഛാ? 19 വയസ്സ് കഴിഞ്ഞു. എനിക്കൊരു ജീവിതമില്ലേ? ആർക്കെങ്കിലും കൈ തുടയ്ക്കാനും ചവിട്ടി തേക്കാനും വിറ്റ് കളയാനുള്ളതാണോ അത്? ഇപ്പൊ ഞാൻ മിണ്ടാതിരുന്ന എന്റെ ജീവിതം കൈവിട്ടു പോകുന്ന എനിക്കറിയാം. നീ പഠിക്കാൻ പോയിക്കോ മോളെ, അച്ഛനുണ്ട് നിന്റെ കൂടെ എന്ന് പറയാനുള്ള ധൈര്യം അച്ഛന് പോലും ഇല്ലാതെ പോയി. അച്ഛൻ എന്നെ പഠിപ്പിക്കാൻ ശേഷിയില്ലഞ്ഞിട്ടോ ആഗ്രഹം ഇല്ലഞ്ഞിട്ടോ അല്ലെന്ന് എനിക്കറിയാം. അമ്മയെ പേടിച്ചിട്ടാ. പേടിച്ചിട്ടോ? ആര് പറഞ്ഞു? ഞാനും ഈ കുടുംബത്തിലൊരു അംഗമല്ല അച്ഛാ. എനിക്കിവിടുത്തെ ഓരോ നാടിമെടുപ്പും രക്തോട്ടം തിരിച്ചറിയാം. നീ ഇവിടെ ഇനി ജോലി ചെയ്യില്ലെന്ന് രത്നമ്മയോട് പറഞ്ഞോ? വേറെ ഏതെങ്കിലും വീട്ടിൽ ജോലിക്ക് പോകുന്നു, ഇവിടെ ജോലി ചെയ്താൽ ശമ്പളം കിട്ടൂലെന്നോ? ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ ഈ വീട്ടിലെ ജോലി എല്ലാം ചെയ്യുന്നില്ല അച്ഛാ. ശമ്പളത്തിന് വേണ്ടിയല്ല, എന്റെ വീടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പകരം തിരിച്ചും അങ്ങനൊരു വിചാരം വേണ്ടേ? ഇനി പഠിക്കാൻ വിടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്നെ സ്വന്തം മോളെ പോലെ കാണുന്നില്ലെന്ന് തന്നെയാ. എന്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് ചെയ്ത് പഠിക്കാൻ അയച്ചാ ഞാൻ രക്ഷപ്പെട്ടു പോവും. പഠിക്കാൻ അയച്ചില്ലെങ്കിൽ വെറും ഒരു വീട്ടുവേലക്കാരി മാത്രമായിട്ട് എന്റെ ജീവിതം തീർന്നു പോവും. ഇപ്പോഴാ അച്ഛൻ എനിക്ക് വേണ്ടുന്ന സപ്പോർട്ട് തരേണ്ടത്. ഇപ്പൊ അത് കിട്ടുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അത് കിട്ടില്ല, എനിക്കറിയാം. ഞാൻ സൂര്യമോളെ 1 വർഷം പഠിക്കാൻ അയച്ചില്ലെങ്കിൽ അവൾ ഉടനെ ശമ്പളം തേടി അന്യ വീട്ടിൽ ജോലിക്ക് ഓടി. ഇല്ല, സൂര്യമോൾ അച്ഛന്റെ മോള് തന്നെയാ. ഏത് രൂപത്തിലും ഏതവസ്ഥയിലും അച്ഛന്റെ മോള് തന്നെയാ. അവക്ക് എന്തൊക്കെ സംഭവിച്ചാലും അച്ഛൻ അവളെ സംരക്ഷിക്കും. അത് അവക്കും അറിയാം, അച്ഛനും അറിയാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ പിഴച്ചു പോയാ അച്ഛനും അമ്മ എന്നെ ഉപേക്ഷിക്കും. ഞാനൊരു തളർവാദ രോഗിയായി പോയാ എന്നെ എടുത്ത് ദൂരെ കളയും. എനിക്ക് അംഗഭംഗം വന്ന പിച്ച തെണ്ടുമല്ലാതെ എന്റെ മുമ്പിൽ വേറെ ഒരു വഴിയും ഉണ്ടാവില്ല. കഷ്ടം. നീ അങ്ങനെയാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ അച്ഛൻ പറ, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്റെ സ്ഥാനത്ത് സൂര്യമോളായിരുന്നെങ്കിൽ അച്ഛനും അമ്മ ഇങ്ങനെ ചെയ്യുവോ? ഏറ്റവും നല്ല കോഴ്സിന് അവളെ ചേർക്കും. എനിക്ക് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടും, എവിടെ വേണമെങ്കിലും. ഡൊണേഷൻ കൊടുക്കണ്ട, ക്യാപിറ്റേഷൻ ഫീ കൊടുക്കണ്ട, സ്റ്റൈപ്പൻഡ് വാങ്ങി എനിക്ക് പഠിക്കാൻ പറ്റും. എന്നിട്ടും എന്നെ പഠിക്കാൻ വിടുന്നില്ലെങ്കിൽ എന്താ അതിനർത്ഥം? അച്ഛൻ പറ. എനിക്ക് കിട്ടിയ വാഗ്ദാനം പെൺവാണിപ്പക്കാർക്ക് വിൽക്കുമെന്നാ? ഞാൻ ഇനി അതാണോ പ്രതീക്ഷിക്കേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്ന് ആലോചിക്കണമെന്ന്. എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? പിന്നെ കിട്ടാതെ എവിടെ പോകാനാ? 2 ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ഈ കേരളത്തിൽ ഒളിച്ചു ജീവിക്കാൻ പറ്റുമോ? എങ്ങനെയാ കണ്ടുപിടിച്ച? എവിടെയുണ്ട്? എല്ലാം പറയാടി, വിശന്നിട്ട് വയ്യ.
നീ ചെന്ന് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കാൻ പറ. എറണാകുളത്ത് എവിടെയാ അവർ താമസിക്കുന്നത് കണ്ടുപിടിച്ചോ? വൈറ്റിലെ അച്ഛാ. ആ സ്ത്രീക്ക് ട്രാൻസ്ഫർ ആയെന്ന് കേട്ടത് ശരിയാണോടാ? ശരിയാ അച്ഛാ. എറണാകുളം സൗത്തിലുള്ള ഗേൾസ് ഹൈസ്കൂളിലേക്കാ. അയാൾ വൈക്കത്ത് തന്നെയല്ലേ? അതെ. നീ എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി? എൻ്റെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തു വെച്ചാ. എറണാകുളത്ത് കടവന്ത്ര ഒരാളുണ്ട്, ആൽബർട്ട്. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ എങ്ങനെ കണ്ടുപിടിച്ചു? കുറച്ച് ബുദ്ധിമുട്ടി വെച്ചാ. വൈക്കത്തെ ഓഫീസിൻ്റെ മുമ്പിൽ അവൻ വൈകുന്നേരം പോയി കാത്തു നിന്നു. വിജയനെങ്കിലും ഓഫീസ് വിട്ടിറങ്ങിയപ്പോൾ അവൻ കാറിനെ ഫോളോ ചെയ്ത് പോയി. അങ്ങനെയാ വൈറ്റിലുള്ള വീട് കണ്ടുപിടിച്ചേ. സ്കൂള് കണ്ടുപിടിച്ചോ? വീട് കണ്ടുപിടിച്ചതോടെ എല്ലാം എളുപ്പമായല്ലോ. ഒരു ദിവസം രാവിലെ പോയി വീടിന്റെ മുമ്പിലെ റോഡിൽ വെയിറ്റ് ചെയ്തു. രത്നമ്മ ടീച്ചർ സ്കൂളിൽ പോയി ഇറങ്ങിയപ്പോൾ അവൻ ഫോളോ ചെയ്തു. അതിനെ ടീച്ചറെന്ന് വിളിക്കല്ലേ, വല്ല യക്ഷിന്നോ പൂതനെന്നോ വിളിക്ക്. അവർ സൗത്തിൽ നിന്ന് ബസ്സിലിറങ്ങി സ്കൂളിൽ പോകുന്ന കണ്ടിട്ടേ അവൻ തിരിച്ചു പോകുന്നുള്ളൂ. അവനിപ്പോൾ ചേർത്തല വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ തന്നു. ഇനി എന്ത് ചെയ്യാനാ എൻ്റെ ഉദ്ദേശം? അവരുടെ വീട്ടിൽ ചെന്ന് ചോദിക്കേണ്ട അച്ഛാ. ഒന്നാമത് നിങ്ങൾ കാണിച്ചത് ചെറ്റത്തരമാണെന്ന് മുഖത്ത് നോക്കി പറയണം. ഞങ്ങൾ ഒരിക്കലും കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചാണോ ആരോടും മിണ്ടാതെ ഒളിച്ചോടി പോയതെന്ന് ചോദിക്കണം. അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ, അതൊക്കെ നമ്മളെന്തിനാ ചോദിക്കാൻ പോന്നേ? ഒക്കെ ആ രത്നമ്മ എന്ന് പറയുന്ന സാധനത്തിന്റെ കുരുട്ട് ബുദ്ധിയാ അമ്മ. അവരെ വിചാരിച്ചു കാണും ഇവിടുന്ന് സൂത്രത്തിൽ മുങ്ങിയ ആരും കണ്ടുപിടിക്കില്ലെന്ന്. എന്തൊക്കെ പറഞ്ഞാലും ശരി, അവർക്ക് ആ പെങ്കൊച്ചിനെ തരാൻ താല്പര്യമില്ലെന്ന് മനസ്സിലായില്ലേ, പിന്നെന്തിനാ വെറുതെ? അങ്ങനെ അവരുടെ താല്പര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. ജാനിക്കുട്ടിയുടെ ഇഷ്ടം കൂടെ നോക്കണ്ടേ? അവക്കിഷ്ട ഉറപ്പാ. നീ വിളിച്ചാ നിന്റെ കൂടെ ഇറങ്ങി വരുമോ അവള്? അങ്ങനെയാണെങ്കിൽ നിന്റെ കൂടെ അവിടെ വരാൻ ഞാൻ റെഡിയാ. നിങ്ങളുടെ കല്യാണം നടത്തി തരും, ആർക്കും തടയാൻ പറ്റില്ല. അവരെല്ലാം ഉപേക്ഷിച്ച് അവൾ വരുന്ന കാര്യം സംശയം വെച്ചാ. അങ്ങനെ എടുത്തുചാടിയൊന്നും ചെയ്യുന്ന സ്വഭാവമല്ല. മാത്രമല്ല, അവർക്ക് അവളോട് നന്ദിയും കൂറും സ്നേഹമൊന്നും ഇല്ലെങ്കിലും അവൾക്ക് അവരോടുണ്ട്. എങ്കിൽ പിന്നെ ഈ വിഷയം ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചേക്ക്. വെറുതെ എന്തിനാ നാണം കെടാൻ പോകുന്നേ? ആ വീട്ടിൽ ആ സ്ത്രീ പറയുന്നതേ നടക്കൂ. അവരാണ് അവസാനത്തെ വാക്ക്. മറ്റേ ആള് ഡെപ്യൂട്ടി തഹസിൽദാരാന്ന് പറഞ്ഞ് മീശയും പിരിച്ചങ്ങ് ഇരിക്കത്തേ ഉള്ളൂ. ആ കൊച്ചിന്റെ വിധി അതാണെന്നങ്ങ് വിചാരിച്ചാ മതി. നമ്മളിനി അതിന്റെ പുറകെ നടക്കുന്നത് കുറച്ചില്ല. അവൻ ഇഷ്ടപ്പെട്ടില്ല.